സുഹൃത്തുക്കളെ, സുഖമല്ലേ? രാജ്യത്ത് എത്തനോൾ ബ്ലെൻഡഡ് പെട്രോളിനെതിരെ വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടാകും. എത്തനോൾ കലർത്തിയ പെട്രോൾ അടിച്ചാൽ വാഹനങ്ങളുടെ എഞ്ചിന് തകരാറുണ്ടാകും, ഇൻഷുറൻസ് കിട്ടില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഈ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പെട്രോളിൽ 20% എത്തനോൾ ചേർത്ത E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വഴി വാഹനങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കില്ലെന്നും ഇത് വാഹന ഇൻഷുറൻസിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ്. കാരണം ശാസ്ത്രീയമായ പരിശോധനകൾക്കും കൃത്യമായ നിരീക്ഷണങ്ങൾക്കും ശേഷമാണ് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം രാജ്യത്ത് നടപ്പിലാക്കുന്നത്. ഇന്ധന വിപണന കമ്പനികൾ, വാഹന നിർമ്മാതാക്കൾ, ഫ്യൂൽ ടെസ്റ്റിംഗ് ഏജൻസികൾ എന്നിവരുമായി ചേർന്നാണ് സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പോൾ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോളിനെതിരെ പ്രചരണം നടത്തുന്നവരെ വെട്ടിലാക്കിയത് ലോകത്തെ മുൻനിര ആഡംബര വാഹന നിർമ്മാതാക്കളായ BMW ആണ്. ഇന്ത്യയുടെ ഹരിത ഇന്ധന വിപ്ലവത്തിന് BMW പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. വിദേശ ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും രാജ്യത്തിൻ്റെ പരിസ്ഥിതി സുരക്ഷാ ലക്ഷ്യങ്ങൾ നേടാനും എത്തനോൾ പോലുള്ള ബദൽ ഇന്ധനങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് BMW തന്നെ വ്യക്തമാക്കുന്നു. ഇനി പറയാമോ, ഇപ്പോഴത്തെ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ വാഹനങ്ങളുടെ എഞ്ചിൻ തകരാറിലാക്കുമോ? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. രാജ്യത്തിൻ്റെ ഓയിൽ ഡിപ്പെൻഡൻസിയെ കുറച്ചുകൊണ്ടുവരാനും അതുവഴി ലക്ഷക്കണക്കിന് കോടി രൂപ ലാഭിക്കാനും നിർണായകമായ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം ഇന്ത്യ എന്നാണ് തുടങ്ങിയതെന്നറിയാമോ? 2003-ൽ. പക്ഷേ 2014 വരെയും ഏതാണ്ട് 10 വർഷക്കാലവും പെട്രോളിലെ എത്തനോളിൻ്റെ അളവ് എത്രയായിരുന്നെന്നോ? വെറും 1.53%. അവിടെ നിന്നാണ് ഒരു പതിറ്റാണ്ടിലെ കൃത്യമായ നയങ്ങളിലൂടെയും ആസൂത്രണങ്ങളിലൂടെയും 20% എത്തനോൾ എന്ന നിലയിലേക്ക് രാജ്യം മാറിയതും എണ്ണ ഇറക്കുമതിയിൽ ഏതാണ്ട് 1.5 ലക്ഷം കോടി രാജ്യം ലാഭിച്ചതും. സർക്കാരിൻ്റെ തുടർച്ചയായ പിന്തുണ, ഡിസ്റ്റിലറികളുടെ അടിസ്ഥാന സൗകര്യ വികസനം, വാഹന നിർമ്മാതാക്കൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആസൂത്രണം, കൃത്യമായ പോളിസി ഇംപ്ലിമെന്റേഷൻ എന്നിവയാണ് വേഗത്തിലുള്ള ഈ മാറ്റത്തിന് ചാലകശക്തിയായത്. 2018-ൽ നടപ്പാക്കിയ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽസ് ആണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോജക്റ്റിനെ വലിയൊരു മാറ്റത്തിലേക്ക് നയിച്ചത്. അതുവരെ കരിമ്പിൻ്റെ മൊലാസസിൽ നിന്ന് മാത്രമായിരുന്നു എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. എന്നാൽ കേടുവന്ന ഭക്ഷ്യധാന്യങ്ങൾ, മിച്ചം വരുന്ന അരി, ചോളം, കാർഷിക അവശിഷ്ടങ്ങൾ എന്നിവയെ കൂടി എത്തനോൾ ഉൽപ്പാദനത്തിലേക്ക് കൊണ്ടുവന്നത് വിപ്ലവമായിരുന്നു. കൂടുതൽ വെള്ളം ആവശ്യമുള്ള കരിമ്പിന്മേലുള്ള അമിത ആശ്രയം കുറയ്ക്കാൻ ഈ മാറ്റം സഹായിച്ചു. ഇതോടെ ഉത്തരേന്ത്യയിലെയും മധ്യ ഇന്ത്യയിലെയും ധാന്യ ഉൽപ്പാദക മേഖലകളെ കൂടി ബയോഫ്യൂൽ ശൃംഖലയുടെ ഭാഗമാക്കാൻ നമുക്ക് കഴിഞ്ഞു. കാർബൺ എമിഷൻ കുറയ്ക്കുക എന്ന പാരിസ്ഥിതികമായ ലക്ഷ്യത്തോടെ ആരംഭിച്ച എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം ഇന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തികവും തന്ത്രപരവുമായ വലിയൊരു നിശബ്ദ വിപ്ലവമായി മാറിയിരിക്കുന്നു. ഇത് പറയുന്നത് നമ്മളല്ല, വിദേശ ശക്തികളാണ്. ഈ എത്തനോൾ പ്രോഗ്രാമിലൂടെ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാനും കോടിക്കണക്കിന് ഡോളറിൻ്റെ വിദേശ നാണ്യം രാജ്യത്തിന് ലാഭിക്കാനായി എന്ന് മാത്രമല്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ പദ്ധതി വലിയ പിന്തുണ നൽകുന്നു. ബയോഫ്യൂൽ ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യം വർദ്ധിച്ചതോടെ കരിമ്പ്, ധാന്യ കർഷകർ, ഡിസ്റ്റിലറികൾ, ലോജിസ്റ്റിക്സ് തൊഴിലാളികൾ എന്നിവർക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ട്. ഇത് വിവിധ സെക്ടറുകളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുന്നത് OPEC രാജ്യങ്ങളും റഷ്യയുമാണ്. അവർ വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ക്രൂഡ് ഓയിൽ വില വെച്ച് കളിക്കാം. എണ്ണയിലെ ഭൗമരാഷ്ട്രീയം ഇന്ത്യ പോലൊരു എണ്ണ ആശ്രിത രാജ്യത്തെ എന്തുമാത്രം ശ്വാസം മുട്ടിക്കുമെന്ന് ഹോർമുസ് കടലിടുക്കിൽ നമ്മൾ കണ്ടതാണ്. എത്തനോൾ ഇന്ത്യക്ക് ഇന്ന് ഓയിൽ മാഫിയകൾക്കെതിരെയുള്ള ഇൻഷുറൻസ് പോളിസിയാണ്. കാരണം നമുക്കിനി ഒരു തിരിച്ചുപോക്കില്ല. എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുടെ ബ്ലാക്ക് മെയിലിങ്ങിനെതിരെ ഇന്ത്യ കരുതി വച്ചിരിക്കുന്ന ഇന്ധന ബോംബാണ് നമുക്ക് എത്തനോൾ. എത്തനോൾ കലർത്തിയല്ലാതെ ഒരു വാഹന ഇന്ധനം ഇനി പ്രതീക്ഷിക്കേണ്ട. പെട്രോളിന് പിന്നാലെ ഡീസലിലും ബ്ലെൻഡ് ചെയ്യും. 20% എന്നത് 30% ആകും, 80% ആകും, പിന്നെ ഫ്ലെക്സ് ഫ്യൂവലിലേക്ക് മാറിയേ പറ്റൂ. എണ്ണ എന്നല്ല, ഏത് ഊർജവും ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥ വന്നാൽ അത് ട്രാപ്പാണ്. എത്രയെത്ര രാജ്യങ്ങളാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ തകർന്ന് തരിപ്പണമായത്. ബദലുകൾ അന്വേഷിക്കാനും ഇന്നവേറ്റ് ചെയ്യാനുമാകാത്ത കമ്പനികളും സംരംഭങ്ങളും തകരുന്നത് പോലെ പണം ഊറ്റിയെടുക്കുന്ന ചിലവുകളിൽ ബദൽ കണ്ടെത്തിയില്ലെങ്കിൽ ഏത് രാജ്യവും തകരും. അവിടെയാണ് എത്തനോൾ ബ്ലെൻഡിങ്ങിലേക്ക് രാജ്യം കടന്നത്.
അടുത്ത കാലം വരെ ഇന്ത്യ എഥനോൾ ഉണ്ടാക്കിയിരുന്നത് കരിമ്പിൽ നിന്നായിരുന്നു. എന്നാൽ കരിമ്പ് വലിയ തോതിൽ വെള്ളം കുടിക്കുന്ന വിളയാണ്. 1 ലിറ്റർ എഥനോളിന് 3000 ലിറ്റർ വെള്ളം വേണം. അതുകൊണ്ട് വേഗം ഓൾട്ടർനേറ്റീവ് തേടി. മാലിന്യമായി കളയുന്ന ധാന്യങ്ങളായ അരി, ചോളം എന്നിവയിൽ നിന്നെല്ലാം എഥനോൾ വാറ്റിയെടുത്തു. അതിൽ ഏറ്റവും പ്രായോഗികവും കുറവ് പാരിസ്ഥിതിക ആഘാതവും ചോളത്തിൽ നിന്നുണ്ടാക്കുന്ന എഥനോളിനാണ്. ഇനി അതാണ് ട്രെൻഡ്. ഗ്രെയിൻ ബേസ്ഡ് എഥനോൾ പ്രൊഡക്ഷൻ ഇന്ന് ഏറ്റവും സാധ്യതയുള്ള സംരംഭങ്ങളിലൊന്നാണ്. അവിടെ മലയാളി എന്ന നിലയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചത്, കേരളത്തിൽ നിന്നുള്ളൊരു കമ്പനി ഇതാദ്യമായി കോൺ ബേസ്ഡ് ഗ്രെയിൻ പ്ലാന്റ് സ്ഥാപിച്ച് എഥനോളിൻ്റെ ലാഭം കൊയ്യാൻ ഇറങ്ങുന്നു എന്നതാണ്. കൊച്ചി ബേസ് ചെയ്ത് മലയാളികൾ ഫൗണ്ടർമാരായ സെൻട്രിയൽ ബയോഫ്യൂവൽസ് എന്ന കമ്പനിയാണ് ഉത്തര ഗോവയിലെ താലൂക്ക ബിച്ചോളിയം ഇൻഡസ്ട്രി എസ്റ്റേറ്റിൽ പ്ലാന്റ് സ്ഥാപിച്ച് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദനത്തിലേക്ക് ലക്ഷ്യം വെക്കുന്നത്. ഭാവിയുടെ സംരംഭക ലാഭമാണ് അവർ മാറ്റിയെടുക്കാൻ പോകുന്നത്. കാരണം നാളെയുടെ സംരംഭങ്ങളെ കണ്ടെത്താനും അതിൻ്റെ സാധ്യത പഠിച്ച് വളരെ വേഗം എക്സിക്യൂട്ട് ചെയ്യാനാകുന്ന സംരംഭകർക്ക് നിലനിൽക്കാൻ കഴിയുമെന്നറിയാമല്ലോ. വരും വർഷങ്ങളിൽ 100% എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളാകും നിരത്തുകളിൽ. അവിടെയാണ് ചോളത്തിൽ നിന്ന് എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംരംഭങ്ങളുടെ സാധ്യതയേറുന്നത്. അതായത് ഇനി ഇന്ത്യയിലെ ലോ റിസ്ക്കുള്ള ബിസിനസ്സുകളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എഥനോൾ പ്രൊഡക്ഷൻ. ആ തിരിച്ചറിവാണ് സെൻട്രൽ ബയോഫ്യൂവൽസിനെ ഗോവയിലെ പ്ലാന്റിലേക്ക് എത്തിക്കുന്നത്. എഥനോളിൻ്റെ സപ്ലൈ ചെയിൻ കപ്പാസിറ്റി നിയന്ത്രിക്കുന്ന പ്രൊഡ്യൂസർമാരിൽ ഒന്നായി മാറാനാണ് 700 കോടിയുടെ നിക്ഷേപവുമായി സെൻട്രൽ ബയോഫ്യൂവൽസ് എന്ന കമ്പനി ഗോവയുടെ കളത്തിലിറങ്ങുന്നത്. എഥനോൾ പ്രൊഡക്ഷൻ ബിസിനസ്സുകൾ ലാഭകരമാകുമെന്ന് പറയാൻ കാരണം, സർക്കാരിൻ്റെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പ്രധാന ഓയിൽ മാർക്കറ്റിംഗ് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവും ഹിന്ദുസ്ഥാൻ പെട്രോളിയവും എഥനോൾ നിർമ്മാണ കമ്പനികളുമായി ലോങ് ടേം സപ്ലൈ എഗ്രിമെൻറ്റുകൾ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഫ്യൂവൽ ഗ്രേഡ് എഥനോളിന് അഷ്വർഡ് മാർക്കറ്റ് ഉണ്ട് എന്നതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? പ്രാജ് എന്ന ഇൻഡസ്ട്രിയൽ ബയോടെക് കമ്പനിയുടെ ടെക്നിക്കൽ സഹകരണത്തോടെയാണ് സെൻട്രിയൽ ബയോഫ്യൂവൽസ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. സീറോ ലിക്വിഡ് ഡിസ്ചാർജ്, അതായത് എഥനോൾ പ്രൊഡക്ഷനിൽ ഒരു തുള്ളി അവശിഷ്ട ദ്രാവകം പോലും ഭൂമിയിലേക്ക് പോകാതെ റീസൈക്കിൾ ചെയ്ത് മാറ്റുന്ന ടെക്നോളജിയാണ് പ്ലാന്റിൽ ഒരുക്കുക. പലരും ബയോഫ്യൂൽ എന്ന് കേൾക്കുമ്പോൾ വാഹന ഇന്ധനം മാത്രമാണെന്ന് ചിന്തിക്കും. എന്നാൽ ENAയ്ക്ക് വിപുലമായ B2B സാധ്യതകളുണ്ട്. ശുദ്ധമായ ആൽക്കഹോൾ, പെട്രോൾ ബ്ലെൻഡിങ്ങിന് പുറമെ ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ് വ്യവസായങ്ങൾ എന്നിവയുടെ അസംസ്കൃത വസ്തുവാണ്. ഒപ്പം ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ ആൽക്കലൈൻ വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്തിയായ ഹൈഡ്രേഷൻ സൊല്യൂഷനുകൾക്കും വെൽനസ് ബ്രാൻഡുകൾക്കും ബോട്ട്ലിംഗ് കമ്പനികൾക്കും ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്കും ആവശ്യമുള്ളതാണ് ആൽക്കലൈൻ വാട്ടർ. മൾട്ടി സ്റ്റേജ് ഡിസ്റ്റിലേഷൻ, കാർബൺ ട്രീറ്റ്മെൻറ്റ്, റെക്ടിഫിക്കേഷൻ എന്നിവയിലൂടെയാണ് എഥനോളിൻ്റെ ശുദ്ധി ഉറപ്പാക്കുന്നത്. ഇതാണ് മലയാളികൾ തുടങ്ങുന്ന സെൻട്രൽ ബയോഫ്യൂവൽസ് എന്ന എഥനോൾ കമ്പനിയുടെ ടെക്നിക്കൽ വശം. ഓയിൽ ഇറക്കുമതി എന്ന അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ പരീക്ഷിക്കുന്ന വെറുമൊരു പെട്രോൾ മിക്സിംഗ് പരിപാടിയല്ല ദി നാഷണൽ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം. ഈ പദ്ധതിയുടെ അവസാനം എന്താകുമെന്ന് ഉറപ്പിച്ചിട്ട് തുടങ്ങിയിരിക്കുന്ന യുദ്ധം തന്നെയാണിത്. നമ്മുടെ ഊർജ്ജ സ്വാതന്ത്ര്യത്തിനായുള്ള യുദ്ധം. എണ്ണയ്ക്കായി വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുക, കാർബൺ വികിരണം കുറയ്ക്കുക, കർഷകർക്ക് വരുമാനമുണ്ടാക്കുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങൾ ഭേദിക്കാനുള്ള ഒരൊറ്റ ആയുധമാണിത്. ഈ മഹാദൗത്യം ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്ത് സൃഷ്ടിക്കുന്നത് ലക്ഷം കോടികളുടെ പുതിയൊരു ബിസിനസ് ആകാശമാണ്. ഈ സുവർണാവസരം കൃത്യമായി പ്രവചിച്ച് മറ്റാരും ചിന്തിക്കും മുമ്പ് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവുമായി ഒരു മലയാളി കമ്പനിയും ഇറങ്ങിയെന്നതാണ് സെൻട്രിയൽ ബയോഫ്യൂവൽസിൻ്റെ പ്രസക്തിയും. ചില ഭാരമേറിയ വിലങ്ങുകളിൽ നിന്ന് മോചനം നേടാൻ ഒരു രാജ്യം കുതറുമ്പോൾ പല വെല്ലുവിളികളുണ്ടാകും. 100% എഥനോൾ ഫ്യൂവലായി ഓടുന്ന വാഹന എഞ്ചിനുകളിലേക്ക് ഇന്ത്യക്ക് മാറാൻ ഇനിയും ഇന്നവേഷൻ വേണം. അത് അണിയറയിൽ നടക്കുന്നുണ്ട്. അത്യാധുനിക സെൻസറുകളുള്ള ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ ആവശ്യമാണ്. ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ ഇത് വ്യാപകമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ യുദ്ധകാലാടിസ്ഥാനത്തിൽ വികസിപ്പിക്കുകയാണ്. അതുകൊണ്ട് 100% എഥനോളിൽ ഓടുന്ന വണ്ടികൾ താമസിയാതെ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. എഥനോൾ നിർമ്മാണത്തിനാവശ്യമായ ചോളം കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഗോവയിലേക്ക് എത്തിക്കാം. വ്യവസായങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഗോവ ഗവൺമെൻറ് ഈ പ്ലാന്റിനായി പ്രതിദിനം 50 ലക്ഷം ലിറ്റർ വെള്ളമാണ് അനുവദിച്ചിരിക്കുന്നത്. ഒരു ഗ്രീൻ പ്രൊജക്റ്റിന് ഒരു സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പിന്തുണയാണിത്.
ഭാവിയിൽ ഇന്ത്യൻ വിപണിക്ക് പുറമെ ആഗോളതലത്തിൽ ബയോഫ്യൂൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗോവയുടെ തുറമുഖങ്ങൾ നൽകുന്നു. ഇത് ലോകം ഇന്ന് ചർച്ച ചെയ്യുന്ന സർക്കുലർ എക്കോണമി അഥവാ പുനരുപയോഗ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബയോഫ്യൂൽ യൂണിറ്റ്. ചോളത്തിൽ നിന്ന് എഥനോൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നവ ഉണക്കി ഡിസ്റ്റിലേഴ്സ് ഡ്രൈഡ് ഗ്രെയിൻസ് വിത്ത് സൊല്യൂബിൾസ് എന്ന ഉയർന്ന പ്രോട്ടീനുള്ള കന്നുകാലി തീറ്റയാക്കി മാറ്റുന്നു. ഇത് പ്രാദേശിക ക്ഷീര കർഷകർക്ക് വലിയ ആശ്വാസമാകും. 10 വർഷം മുമ്പ് ഇന്ത്യയിലെ പെട്രോളിൽ വെറും 1.5% മാത്രമായിരുന്നു എഥനോൾ കലർത്തിയിരുന്നത്. ഇന്ന് നമ്മൾ 20% എത്തി നിൽക്കുന്നു. ലക്ഷ്യം വളരെ വലുതാണ്. ഏറ്റവും അടുത്ത ഭാവിയിൽ E100 എത്തും. അതായത് 100% എഥനോളിൽ ഓടുന്ന വാഹനങ്ങളിലേക്ക് ഇന്ത്യ മാറും. എന്നാൽ റോഡ് മാപ്പ് അവിടെ തീരുന്നില്ല. ഡീസൽ ബ്ലെൻഡിംഗ് ട്രയലുകൾ നടക്കുകയാണ്. ഡീസൽ വാഹനങ്ങളിലും എഥനോൾ ബ്ലെൻഡ് വരും. വ്യോമയാന മേഖലയിലെ കാർബൺ മലിനീകരണം കുറയ്ക്കാൻ വിമാന ഇന്ധനത്തിലും എഥനോൾ ബ്ലെൻഡിംഗ് പരീക്ഷണം നടക്കുന്നു. റോഡ് നിർമ്മാണത്തിനുള്ള പുതിയ സാങ്കേതിക വിദ്യയായ ബയോബിറ്റുമിൻ വരാൻ പോകുന്നു. ചുരുക്കത്തിൽ വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കിലോലിറ്റർ എഥനോൾ പ്രതിദിനം ആവശ്യമായി വരും. പ്രതിദിനം 600 കിലോലിറ്റർ ഉൽപ്പാദനശേഷിയുള്ള അത്യാധുനിക മെക്കാനിസവും ഗ്ലോബൽ ടെക്നോളജിയുമുള്ള ഒരു പ്ലാന്റാണ് മലയാളികളുടെ നേതൃത്വത്തിലെ സെൻട്രൽ ബയോഫ്യൂൽസിനായി ഗോവയിൽ ഒരുങ്ങുന്നത്. ഈ പ്ലാന്റ് പൂർണ്ണ സജ്ജമാകുന്നതോടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ കമ്പനി ലക്ഷ്യമിടുന്നത് 5000 കോടി രൂപയുടെ ടേൺ ഓവറാണെന്നാണ് വിവരം. ഡിമാൻഡ് ആകാശത്തോളമാണ്. ആ സപ്ലൈ ചെയിനിലേക്കാണ് സെൻട്രൽ ബയോഫ്യൂൽസ് ഇറങ്ങുന്നത്. ഒരു മലയാളിയെങ്കിലും ദേശീയ തലത്തിലെ ഈ എഥനോളിലെ സംരംഭക സാധ്യത കണ്ടറിഞ്ഞല്ലോ. ടെയിലൻഡ് ഇതാണ്. നാഷണൽ ബയോഫ്യൂൽ കോർഡിനേഷൻ കമ്മിറ്റിയാണ് രാജ്യത്തിൻ്റെ എഥനോൾ പ്രോഗ്രാമിന് മേൽനോട്ടം വഹിക്കുന്നത്. വിപുലമായ ആശയവിനിമയവും പെട്ടെന്നുള്ള തീരുമാനങ്ങളുമാണ് ഈ പ്രൊജക്ടിൻ്റെ പ്രത്യേകത. എഥനോളിൻ്റെ GST 18% നിന്ന് 5% കുറച്ചതും 1953 ഇൻഡസ്ട്രീസ് ആക്ട് ഭേദഗതി ചെയ്ത് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള എഥനോൾ നീക്കം സുഗമമാക്കിയതും ഈ വേഗതയുടെ ഭാഗമാണ്. 30% വരെ എഥനോൾ അടങ്ങിയ പെട്രോളിനെ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കിയത് ദീർഘകാല ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം E85 ഇന്ധനം പുറത്തിറക്കിയത് അറിഞ്ഞിരിക്കുമല്ലോ. 85% എഥനോളും 15% പെട്രോളും. വ്യത്യസ്ത അളവിലുള്ള എഥനോൾ മിശ്രിതങ്ങളിൽ ഓടിക്കാൻ സാധിക്കുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിലേക്ക് രാജ്യം മാറുകയാണ്. അവിടെ നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനം ശ്രദ്ധിച്ചു കേൾക്കണം. രാജ്യത്തെ വാഹന ഇന്ധന ചട്ടങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്രം തയ്യാറെടുക്കുകയാണ്. ഗഡ്കരി പറയുന്നു, പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് ഇനി ഭാവിയില്ല. വാഹന നിർമ്മാതാക്കൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ ജാഗ്രതയെന്ന്. ഏതുതരം വാഹനങ്ങൾ ഓടിക്കുന്നവരായാലും നിങ്ങളോടാണ്. മാറ്റങ്ങൾക്ക് നമ്മളും തയ്യാറായേ പറ്റും. ഒറ്റ കാര്യം, പണ്ട് മാറ്റം പതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ മാറ്റം വേഗത്തിലാണ്. അത്രമാത്രം. സംരംഭകരോടാണ്. എഥനോൾ ബ്ലെൻഡഡ് പ്രോഗ്രാം വിശാലമായ സംരംഭക സാധ്യതകളാണ് രാജ്യത്ത് തുറന്നിടുന്നത്. മൾട്ടി ബില്യൺ ബിസിനസ്സാണ്. മലയാളികളായ സെൻട്രൽ ബയോഫ്യൂൽസ് എഥനോൾ പ്രൊഡക്ഷനിലേക്ക് കടന്നിരിക്കുന്നത് പോലെ പുതിയ ഈ മേഖലയെ ഉപയോഗിക്കാനും വളരാനും നിങ്ങൾക്കുമാകണം. പകച്ചു നിൽക്കുകയല്ല, പങ്കെടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. channeliam.com എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് അവസാനിക്കുന്നു. നന്ദി.